കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. ചന്തേര, ചിറ്റാരിക്കൽ, നീലേശ്വരം, ചീമേനി സ്റ്റേഷനുകളിലെ സിഐമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറക്കലാണ് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ കേസിൽ ഏത് രീതിയിലാണ് അന്വേഷണം നടത്തുക? ക്രിസ്റ്റീന, ഉന്മേഷ്, നിലവിൽ 4 ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷണം. 4 ഇൻസ്പെക്ടർമാർക്ക് ഒരാൾക്ക് 2 പ്രതികൾ എന്ന കണക്കിലാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എത്രയും വേഗം തന്നെ ഈ പ്രതികളെയൊക്കെ പിടികൂടാൻ ജില്ലാ പോലീസ് മേധാവി കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 16-കാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ഉന്നതരുൾപ്പെടെ 8 പേരാണ് ഇപ്പോൾ നിലവിൽ പിടിയിലായത്. ചന്തേര പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽപ്പെട്ട 9 പേരുൾപ്പെടെ 14 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത്. ഇതിൽ 5 പേർ ജില്ലയ്ക്ക് പുറത്തായതിനാൽ കേസ് അതത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറിയിട്ടുണ്ട്. AEO, RPF ഉദ്യോഗസ്ഥൻ, രാഷ്ട്രീയ നേതാവ് ഉൾപ്പെടെ ഈ പ്രതിപട്ടികയിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് ഈ 16-കാരന്റെ വീട്ടിലെത്തിയ മാതാവ് ഒരാളെ കണ്ടതായി പറയുന്നത്. അതിനുശേഷം കുട്ടിയെ ചോദ്യം ചെയ്ത് കൗൺസിലിംഗിന് വിധേയനാക്കി. അങ്ങനെയാണ് 2 വർഷമായി കുട്ടി പീഡിപ്പിക്കപ്പെടുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. അത് കുട്ടിയെ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട ആളുകൾ കുട്ടിയെ നിരന്തരമായി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. അത് കാസർഗോഡ് ജില്ലയ്ക്ക് അകത്തു വെച്ചും കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്തേക്ക് കുട്ടിയെ വിളിച്ചു വരുത്തിയും പീഡിപ്പിച്ചിരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. പോലീസ് എന്തായാലും കർശനമായ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. 14 പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. ഇതിൽ 8 പേരെ പിടികൂടിയിട്ടുണ്ട്. മറ്റുള്ള ആളുകൾക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, അരുൺ പാറക്കലാണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.